ചേതന FM 90.8 ഇനി കേൾക്കാം മഴക്കാലത്ത് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെല്ലാം. നമ്മളോടൊപ്പം ചേരുന്നു പത്തനംതിട്ട RTO എൻഫോഴ്സ്മെന്റിലെ മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടറായ സജു പി ചന്ദ്രൻ. നമസ്കാരം. ഇപ്പോൾ മഴക്കാലമാണല്ലോ. ഏറ്റവും കൂടുതൽ വാഹന അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ് മഴക്കാലം. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ശ്രദ്ധയും കരുതലും ഈ കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുണ്ട്. പ്രധാനമായിട്ടും അപകടങ്ങളുടെ കാരണം നമ്മളുടെ ടയറുകൾക്ക് വേണ്ടത്ര ഗ്രിപ്പില്ലാതെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് റോഡും കൂടെ തെന്നിക്കിടക്കുന്നതിനാൽ വാഹനം തെന്നി മാറുന്ന ഒരു പ്രവണത മഴക്കാലത്ത് കൂടുതലാണ്. ഇതിനെ ഹൈഡ്രോപ്ലെയിനിങ് എന്നാണ് പറയുന്നത്. കാരണം ഒരു ജലപാളി പ്രവർത്തനം എന്ന് പറയും. കാരണം ഇതിൻ്റെ അകത്ത് ടയറിൻ്റെയും റോഡിൻ്റെയും ഇടയിൽ ചെറിയൊരു ജലപാളി രൂപപ്പെട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ അത് കിട്ടാതെ വരുന്നൊരവസ്ഥ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ റോഡിലൂടെ ഓടുമ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത് നേരെ പോകുന്ന ഡയറക്ഷനിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് അതീവ ശ്രദ്ധയോടുകൂടി വേണം ബ്രേക്ക് ചെയ്യാനായിട്ട്. പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമ്മൾ ഈ മഴക്കാലത്ത് മറ്റു സമയത്ത് വാഹനം ഓടിക്കുന്ന പോലെ ഉള്ള വേഗതയിൽ ഓടിക്കാതെ അല്പം വേഗത കുറച്ച് വാഹനം നിയന്ത്രണത്തിൽ ഉള്ള വേഗതയിൽ ഓടിക്കുക. പിന്നെ റോഡിലുള്ള തടസ്സങ്ങൾ ശ്രദ്ധിച്ച് വേണം ഓടിക്കുന്നത്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും റോഡുകളിൽ വെള്ളക്കെട്ടുകൾ കാണാറുണ്ട്. പലപ്പോഴും കാണാറുണ്ട് നമ്മൾ അതിസാഹസികമായി വെള്ളക്കെട്ടിലൂടെ വാഹനം ഓടിച്ച് അപ്പുറം കടക്കുന്നത്. കടന്നാൽ ഭാഗ്യം, ഇല്ലെങ്കിൽ വാഹനം വെള്ളക്കെട്ടിൽ അകപ്പെട്ടാൽ വാഹനം ഒന്ന് നിന്നു പോയാൽ, വെള്ളക്കെട്ടിൽ വെച്ച് നിന്ന് പോയി കഴിഞ്ഞാൽ പലരും വാഹനം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ വെള്ളം കയറി വലിയ തകരാറുകൾ സംഭവിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതിൻ്റെ ഇലക്ട്രിക്കൽ കമ്പോണൻറ്റുകൾ കേടുവരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കുന്നത് എങ്ങനെ എന്നുകൂടി അറിയേണ്ടതായിട്ടുണ്ട്. വെള്ളക്കെട്ടുകളുള്ള സ്ഥലത്ത് പരമാവധി വാഹനം ഇറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അഥവാ ഇറക്കേണ്ടി വന്നാൽ തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആദ്യം ഒന്ന് നോക്കുക. നമ്മളുടെ വീലിൻ്റെ പകുതിക്ക് മേളിൽ വെള്ളമുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിലേ പോകാതെ ഇരിക്കുക. ഇനി ഇറക്കിപ്പോയി, അല്ലെങ്കിൽ അല്പം വെള്ളമുള്ള സ്ഥലമാണ്, ഇറക്കിപ്പോയി, നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിൽ വാഹനം അവിടെ നിന്ന് പോയാൽ വീണ്ടും സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കാതിരിക്കുക. പിന്നെ ഫസ്റ്റ് ഗിയറിലിട്ട് വേഗത കുറച്ച് ആക്സിലേറ്റർ കൊടുത്ത് വേണം വാഹനം ഓടിച്ച് മുന്നോട്ട് പോകാനായിട്ട്. നമ്മൾ കാണുന്ന വെള്ളക്കെട്ട് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ആഴം കുറവാണെന്ന് വിചാരിക്കും. പക്ഷേ ഇതിന് പലപ്പോഴും പ്രശ്നം രൂക്ഷമാക്കുന്നത് എതിരെ വരുന്ന വാഹനം ഓളം വെട്ടി, കാരണം വെള്ളത്തിൻ്റെ ശക്തി നമ്മൾ വിചാരിക്കുന്നതിലും അധികമാണ്. ഓളം വെട്ടി നമ്മുടെ വാഹനത്തിലേക്ക് അടിക്കും. പിന്നെ സൈഡ് വശങ്ങളിൽ നിന്നൊക്കെ വെള്ളം വളരെ ശക്തമായിട്ട് ഒഴുകി വരും. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമ്മുടെ വാഹനം നിന്നു പോകാനുള്ള സാധ്യത വളരെ ഏറെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അത് സ്റ്റാർട്ടാകാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ ഇറങ്ങി വാഹനം മറ്റുള്ളവരുടെ സഹായത്തോടെ തെള്ളിക്കരയ്ക്ക് എത്തിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ റിക്കവറി വാഹനങ്ങൾ, ബ്രേക്ക് ഡൗൺ അറ്റൻഡ് ചെയ്യാൻ തക്കതായിട്ടുള്ള വാഹനങ്ങൾ വിളിച്ച് വാഹനം ടോ ചെയ്ത് വേണം അക്കരയ്ക്ക് എത്തിക്കാനായിട്ട്. പിന്നെ എല്ലാ വാഹനങ്ങൾക്കും ഒരു വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ വാട്ടർ വെയ്ഡിങ് ഡെപ്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സെഡാൻ പോലുള്ള കാറുകളിൽ അത് പറഞ്ഞിട്ടുള്ളത് 30 സെൻറ്റിമീറ്ററാണ്. 30 സെൻറ്റിമീറ്റർ നമ്മൾ തറനിരപ്പിൽ നിന്ന് അളക്കുകയാണെങ്കിൽ ഏതാണ്ട് നമ്മുടെ വീലിൻ്റെ പകുതി വരെ വരും. SUVs ആണെങ്കിൽ അത് 70 മുതൽ 80 സെൻറ്റിമീറ്റർ വരെ, അല്പം കൂടെ ഉയർന്ന. അപ്പോൾ ആ വാട്ടർ ലെവലിൽ മാത്രമേ നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ റോഡിലെ മിക്കവാറും ഉള്ള വെള്ളക്കെട്ടുകളുടെ വാട്ടർ ലെവൽ അതിന് മുകളിലായിരിക്കും. അപ്പോൾ അതിന് മുകളിലുള്ള വെള്ളക്കെട്ടുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മഴക്കാലത്ത് യാത്ര ചെയ്യുമ്പോൾ ദയവായി അങ്ങനെ കാണുകയാണ് യാത്ര അവിടെ വെച്ച് അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ തിരിച്ച് പോവുകയോ ചെയ്യുക. കാരണം വെള്ളം കയറി ഉണ്ടാകുന്ന വാഹനത്തിനുണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് ദിവസങ്ങളോളം ചിലപ്പോൾ വർക്ക്ഷോപ്പിൽ വാഹനം ഇടേണ്ടിയും വരും ഇത് റിപ്പയർ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ അത് മാത്രമല്ല ധനനഷ്ടവും ഉണ്ടാകും. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വെള്ളത്തിലൂടെ നമ്മൾ വാഹനം ഓടിച്ചിട്ട് പലപ്പോഴും ഈ വാഹനം കൊണ്ടുചെന്ന് പിന്നെ മഴ കഴിയട്ടെ എന്ന് പറഞ്ഞ് ലോങ് ടൈം പാർക്ക് ചെയ്യും. 2-3 ആഴ്ചകൾ നമ്മുടെ കാർ പോർച്ചിൽ ഇത് പാർക്ക് ചെയ്തിട്ടേക്കും. പാർക്കിംഗ് ബ്രേക്കൊക്കെ ഇട്ട് പാർക്ക് ചെയ്തിട്ടേക്കും. ഇതും ഗുരുതരമായ പ്രശ്നമാണ്. ഇത് ബ്രേക്ക് ട്രംപ് പോലെയുള്ള ഭാഗങ്ങളിൽ തുരുമ്പെടുക്കാനും ബ്രേക്ക് ജാമായിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിലൂടെ നിങ്ങൾ വാഹനം ഓടിച്ചാൽ അതിനുശേഷം ബ്രേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. കരയ്ക്കെത്തി ബ്രേക്ക് ഒന്ന് ചവിട്ടി നോക്കുക, ഒന്ന് ടെസ്റ്റ് ചെയ്യുക. പിന്നെ കുറച്ച് നേരത്തേക്ക് വാഹനം ഒന്ന് ഓടിക്കുക. അല്ലാതെ വെള്ളം കയറി അതേപോലെ തന്നെ വാഹനം അവിടെ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പിറ്റേ ദിവസം വാഹനം എടുക്കുമ്പോൾ ഇലക്ട്രിക്കൽ കമ്പോണൻറ്റുകളെല്ലാം ഒന്ന് പരിശോധിക്കുക. ലൈറ്റുകളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ, ഹോൺ വർക്ക് ചെയ്യുന്നുണ്ടോ, ഹോണിൻ്റെ അകത്ത് വെള്ളം കയറിയിട്ടുണ്ടോ, നമുക്ക് എന്തെങ്കിലും ബൾബുകൾ ഫ്യൂസ് ആയിപ്പോട്ടെ, ഇൻഡിക്കേറ്ററുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ മഴക്കാല സമയത്ത് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ, പ്രത്യേകിച്ച് മറ്റൊരു വാഹനത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ അല്പം ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ട് പോവുക. കാരണം ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടണമെന്നില്ല. റോഡ് തെന്നിക്കിടക്കുകയായിരിക്കും. മറ്റു വാഹനത്തിൻ്റെ പുറകിൽ പോയി ഇടിക്കാനുള്ള സാധ്യത വളരെ ഏറെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യുക. നിങ്ങളുടെ യാത്രകൾ സുരക്ഷിതരാകട്ടെ.